KKG എന്നാണ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത്. നടനും BJP ദേശീയ കൗൺസിൽ അംഗവുമായ G കൃഷ്ണകുമാർ കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയാണെന്ന് കേട്ടപ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിക്കാണില്ല. കാരണം ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലക്ഷ്യമിട്ട് KKG വെള്ളമനത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന BJP നേതൃത്വത്തെയും കടത്തിവെട്ടി KKG തലസ്ഥാന നഗരത്തിന്റെ വികസന നായകൻ എന്ന പദവി നേടിയെടുക്കാൻ നന്നേ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. ലക്ഷക്കണക്കിന് പോസ്റ്ററുകളാണ് KKGയുടെ പേരിൽ നഗര ചുവരുകളിൽ ഇടം പിടിച്ചത്. KKG എന്ന ചുരുക്കപ്പേരിൽ കൃഷ്ണകുമാറിന്റെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ കാണാത്തവരുണ്ടാകില്ല. ഉദ്ദേശശുദ്ധി ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ചില പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറി. ലോകകപ്പ് സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ടീമിലെ മുഹമ്മദ് ഷമിയെ ഓർമ്മയില്ലേ? ഷമിയെ 7 വിക്കറ്റ് എടുക്കാൻ സഹായിച്ച KKGക്ക് അഭിവാദ്യങ്ങൾ എന്നൊരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. ഷമിയെ ടീമിലെടുക്കാൻ ജയ്ഷായ്ക്ക് നിർദ്ദേശം നൽകിയത് KKG ആണെന്നായിരുന്നു പോസ്റ്ററിലെ അവകാശവാദം. അന്വേഷിച്ചു ചെന്നവർക്ക് സത്യം മനസ്സിലായി. ഇതോടെ ഇത്തരം പോസ്റ്ററുകൾക്ക് പിന്നിൽ KKG വിരോധികളാണെന്നായി ന്യായവാദം. അതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ നിർദ്ദിഷ്ട ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കിയ KKGയെ അഭിനന്ദിച്ചും പോസ്റ്ററുകൾ ഇറങ്ങി. എന്നാൽ BJP നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. പോസ്റ്ററുകളുമായി ബന്ധമില്ലെന്നായി കൃഷ്ണകുമാറിന്റെ പ്രതികരണം. അതേസമയം കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട് കൃഷ്ണകുമാർ ഈഞ്ചക്കൽ അടക്കമുള്ള ചില പദ്ധതികളെ കുറിച്ച് സംസാരിച്ചുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഒന്ന് ചോദിക്കട്ടെ, ആരും പറയാതെ യാതൊരു ലക്ഷ്യമില്ലാതെ ഇത്തരമൊരു നീക്കം കൃഷ്ണകുമാറിന് വേണ്ടി നടക്കുമോ എന്ന് ചോദിക്കുന്നതിൽ ചില വസ്തുതകളില്ലേ? അതിനിടെ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ യൂട്യൂബ് വീഡിയോയിൽ കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയ അയവിറക്കിയതും പണിയായി. ചെറുപ്പത്തിൽ വീട്ടിലെ പറമ്പിൽ പണിയെടുക്കാൻ എത്തിയിരുന്ന പണിക്കാർക്ക് കുഴികുത്തി കഞ്ഞി കൊടുത്തിരുന്നെന്നും അത് കാണുമ്പോൾ കൊതി തോന്നിയിരുന്നുവെന്നും ആയിരുന്നു KKG പറഞ്ഞത്. ജാതീയ പരാമർശത്തിനെതിരെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുക്കുന്നതിലേക്കാണ് ഇതുകൊണ്ടെത്തിച്ചത്. നോക്കിക്കോളൂ. ഇതിനിടെ ആർക്കും അറിയാത്ത തന്റെ ഭൂതകാലത്തെക്കുറിച്ചും KKG തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് KKG ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നത്രേ. അച്ഛൻ വിരമിച്ചപ്പോൾ കിട്ടിയ പണം 2 സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്നു. അത് രണ്ടും പൊട്ടി. ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ അച്ഛൻ മറ്റൊരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങി. അന്ന് കോളേജിൽ പഠിച്ചിരുന്ന KKG രാത്രിയിൽ ഓട്ടോ ഓടിച്ചാണ് ജീവിച്ചിരുന്നത്. പിന്നീടാണ് ദൂരദർശനിൽ അനൗൺസറായി ജോലി ലഭിക്കുന്നത്. അതിനുശേഷം ന്യൂസ് റീഡറായി. പിന്നീട് സിനിമയിൽ അവസരം ലഭിച്ചു. 1994 പ്രദർശനത്തിനെത്തിയ കാശ്മീരം എന്ന ചിത്രത്തിലൂടെയാണ് G കൃഷ്ണകുമാർ സിനിമയിലെത്തുന്നത്. പിന്നീട് ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾ, കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി. ഇപ്പോഴിതാ കൊല്ലത്ത് സ്ഥാനാർത്ഥിയും കൂടി ആയതോടെ KKGയുടെ തിരഞ്ഞെടുപ്പ് മോഹം പൂവണിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയാക്കിയത് വലിയ ഉത്തരവാദിത്തമായാണ് KKG കാണുന്നത്. കൊല്ലം മണ്ഡലത്തെ ഇരു മുന്നണികളും അവഗണിച്ചിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ വികസനം കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് KKG മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഉടൻ തന്നെ കൊല്ലത്ത് വികസനം കൊണ്ടുവരാൻ KKGക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.